ഒരു ഗണപതിയും കൂടെ എനിക്കുണ്ടായി. ഒരു ഗണപതി ആനയും കൂടെ എൻ്റെ കയ്യിൽ വന്നു. ആ ആനയെ മാറിയിട്ടാണ് ഇപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മഹാദേവൻ എന്ന് പറയുന്ന ആനയെ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വാങ്ങിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിരുന്നത്. കൊല്ലത്തെ വലിയ ആന മുതലാളിയുടെ പുത്തൻകുളം ഷാജി എന്ന് പറയുന്ന ആളുടെ ഒരാനയുമായിട്ട് മാറി. ആ ആനയാണ് ഇപ്പോഴത്തെ ഈ മഹാദേവൻ, അല്ലെങ്കിൽ ഗജേന്ദ്രൻ എന്നാണ് ഞങ്ങളിട്ട പേര്. അതിന് ഞങ്ങളെ ഈ കിട്ടുമ്പോഴും ആ ആനയ്ക്കൊരു പേരുമാറ്റം, മഹാദേവനല്ല ഗജേന്ദ്രൻ ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ തന്നെ ആയിരുന്നു ആന. അതിയോഗ്യനാണ് ആന. നമ്മുടെ ഇപ്പം നിൽക്കുന്ന ശേഖരനൊപ്പം തന്നെ ഉയരവും അതിലധികം അതിന് ഒരു പുഷ്ടിയും ഈ ഗജേന്ദ്രനുണ്ട്. പക്ഷേ ഗജേന്ദ്രൻ ചെല്ലുന്നിടത്ത് ശകലം വൃത്തികേട് കാണിച്ചേ പോവും. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ എന്നുള്ള 4 പേരെ അറിയിച്ചേ ആന പോവുള്ളൂ. അതുകൊണ്ടാണ് ആനയൊന്ന് ഒരു കൈമാറ്റം ചെയ്താലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചത്. കൈമാറ്റം ചെയ്ത് കഴിഞ്ഞതല്ല എങ്കിൽ കൂടി ഞങ്ങൾക്കൊരു ആലോചന ഉണ്ടായ കാരണം ഇതുവരെ ആന ഈ ഇടിച്ചിട്ടില്ല, കൊന്നിട്ടില്ല. പക്ഷേ ഒരു ഉത്സവ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഉത്സവം കഴിഞ്ഞ് തിടം പിറക്കി അതിൻ്റെ മുകളിലുള്ള ആളുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആന ഇങ്ങനെ വട്ടത്തിലിങ്ങനെ തിരിഞ്ഞിട്ട് കൊടി തോരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ, അതിനിട്ടൊരു തട്ടുവാൻ കൊടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വൃത്തികേട് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് നാണം കെടുത്തും. ഇത് ഇന്നയാളുടെ ആനയാണ്, കണ്ടില്ലേ, ഇനിയിപ്പോൾ അടുത്ത എഴുന്നള്ളിപ്പിൽ ഇയാളെ വിളിക്കണോ, ഈ ആനയെ കൊണ്ടുവരണോ, ഇതല്ലേ എവിടെ ചെന്നാലും ഇതാണ്. ഇങ്ങനൊരു കേൾവി. അപ്പോൾ അങ്ങനെ ഒരു ആനയെ നമ്മൾ കൈവശം എത്ര നാൾ സൂക്ഷിക്കും, എത്ര നാൾ വയ്ക്കും? പണിയാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, മര്യാദയ്ക്കുള്ള പണിയാണെങ്കിൽ അവന് ഒരു സമയഭേദം ഉണ്ടെന്നർത്ഥം. നമുക്കാണെങ്കിലും ഉണ്ട് ചില പണി ചെയ്യാനായിട്ട്. രാവിലെ വെളുപ്പാങ്കാലത്ത് എണീപ്പിച്ച് അതൊന്നും ഒരു കാര്യം പറയുന്നതോ ചെയ്യിക്കുന്നതോ ഇഷ്ടമല്ല. മനുഷ്യൻ്റെ കാര്യം അതാണ്, ആനയ്ക്കും അതാണ്. അതിരാവിലെ ഒന്നും പറ്റില്ല. ഒരു 7 മണി 8 മണി ഒക്കെ കഴിഞ്ഞാൽ ഇത് ആനയെ കൊണ്ടുപോയി ഇത്തിരി വെള്ളമൊക്കെ കൊടുത്ത് അതിന് ആഹാരം രാവിലെ ഫ്രഷായിട്ട് വെള്ളം കൊടുത്ത് തീറ്റ എന്തെങ്കിലും കയ്യിലെടുത്ത് പണിയാൻ പോവുക. കുറച്ച് നേരം പണിയുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പണിയുക, നട്ടുച്ചയ്ക്ക് പണിയിപ്പിക്കാതിരിക്കുക. കാഞ്ഞിട്ട് ആന നല്ല ഉള്ളി ചൂടായി കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാതിരിക്കുക, അത് കേടാണ്. അങ്ങനെയൊക്കെ കുറേശ്ശെ പണിയുന്നതിനെക്കുറിച്ച് ഒരു വിരോധമില്ല പുള്ളിക്ക്. അതല്ലെങ്കിൽ തടിക്കിട്ട് കുത്തും. ഇഷ്ടമല്ലായിരിക്കും പണിയെന്ന് കാണിക്കുന്നത് അതാണ്. എഴുന്നള്ളിപ്പിനും അത് തന്നെയാണ്. വളരെ നേരെ എഴുന്നള്ളിച്ച് നിൽക്കുകയാണ് ആന, അതിനിടയ്ക്ക് തീറ്റ കിട്ടുന്നുണ്ട്. ചെറിയ ഈ പനമ്പട്ടയും തെങ്ങും പട്ടയെല്ലാം കൊത്തി ഇടുന്നുണ്ട് ആനയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ ആനകളുണ്ട്. അപ്പം ഒരു വൃത്തികേട് ആന കാണിച്ചിട്ടില്ല. ആന തീറ്റ തിന്നും. തീറ്റ തീർന്നു കഴിഞ്ഞാൽ ഇനി ആനക്കാരൻ അപ്പുറത്ത് പോയി ഇത് വെട്ടിയിട്ടിട്ട് കൊടുക്കണം. അതിന് താമസമുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആനയുടെ തീറ്റ വാരുകയില്ല. അങ്ങനെയുള്ള അത്യാഗ്രഹങ്ങളൊന്നുമില്ല, കൊതിയൊന്നുമില്ല, അവിടെ നിന്നോളും. പക്ഷേ ഇങ്ങനൊരു കുഴപ്പം, എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ഇനി എനിക്ക് അതിനൊരു കാരണമുണ്ട്. ഈ ആനയെ സാധാരണഗതി നമ്മളറിയാതെ നടക്കുന്ന കാര്യമാണ്. ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ അറിയാതെ നടക്കുന്നതാണ്. ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുമ്പോൾ ഏത് മരത്തിൽ നിന്ന് അഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം കൊടുക്കും പാപ്പമാർ. 2 ഇടി, കുന്തത്തിനുള്ള ഇടിയാണ് ആനയെ കിടത്തിയിട്ട്, അല്ലെ നിർത്തിക്കൊണ്ട് അമരത്ത്, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തും, ലെഫ്റ്റ് റൈറ്റ് കിടത്തിയിട്ട് എണീക്കും. എന്നിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് ആന എഴുന്നള്ളിപ്പ് കൊണ്ടുവരും, തലയെക്കെട്ട് കെട്ടിച്ച് ആ പരിപാടികളെല്ലാം നടത്തും. തിരിച്ച് അങ്ങോട്ട് ചെന്നാലും ഇനി എനിക്ക് കിട്ടാൻ പോകുന്ന ഇതാണെന്ന് ആനയ്ക്കറിയാം. എന്തിനാണെന്നറിയില്ല, വീണ്ടും 2 എണ്ണം കൊടുത്തേ അവർ കിട്ടുള്ളൂ. ഇതൊരു തുടർ പ്രക്രിയയായിട്ട് ആന മടുത്തിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, എനിക്കിഷ്ടമുള്ള വേറെ സ്ഥലത്തേക്ക് പോകണം എന്നൊരു ഇൻഡയറക്റ്റായിട്ടൊരു പറച്ചിലാണ് സത്യത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. പക്ഷേ ഈ ആനയ്ക്ക് അത്രയും ബുദ്ധിയില്ലല്ലോ. 8 വയസ്സുകാരൻ്റെ 10 വയസ്സുകാരൻ്റെ ബുദ്ധിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആന ഇങ്ങനെ വൃത്തികേട് കാണിച്ചാൽ വീണ്ടും നല്ല ഹേമദണ്ഡം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി വൈഭവം ആനയ്ക്കില്ല. അതുകൊണ്ടാണ് ഈ വൃത്തികേട് ആന കാണിക്കുന്നത്. ആനയെ കൊണ്ട കെട്ടിയിട്ട് വീണ്ടും നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഇടിക്കും. അങ്ങനെ രണ്ടാമത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് ഉടനെ ഇതിന് ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഞാനിത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഹിംസിച്ചത്, ഈ ശിക്ഷ എനിക്ക് കിട്ടിയതെന്ന് ആനയ്ക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആനയെ കൊണ്ട കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ 2 അടിയോ ഇടിയോ കൊടുത്തിട്ട് ആനയ്ക്ക് അറിയാമല്ലത്. ആനയോട് നീ അങ്ങനെ കാണിച്ചില്ല ഇങ്ങനെ കാണിച്ചത്, ഈ ഭാഷയൊന്നും മനസ്സിലാക്കാനുള്ളൊരു വിൽപ്പത്തി, ഒരറിവ് ആനയ്ക്കില്ല. ആന മനുഷ്യനല്ലല്ലോ, അതിനറിയാവുന്നത് ഇടത്തേക്ക് പോവും വലത്തേക്ക് പോവും, ഇരിയാനെ എടീക്കാനെ ഒഴിയാനെ
ഇതിട്ടാനേ പുറകോട്ട് പോകാനേ, ഇതൊക്കെ ഉള്ളൂ. വേറെ യാതൊന്നും, ഇങ്ങനെ ചില അക്ഷരങ്ങൾ കൂട്ടിയുള്ള ചെറിയ ചെറിയ വാക്കുകൾ മാത്രമേ ആന കേട്ടിട്ടുള്ളൂ, ആനയ്ക്കറിയാവൂ. ആനയെ നമ്മൾ പെരുന്നാളിനോ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പിനോ അയക്കുമ്പോൾ അതിന് ഇന്നത്തെ രീതിയിൽ ഒരു സിസ്റ്റമുണ്ട്, ഒരു രീതിയുണ്ട്. പണ്ട് ഒക്കെയാണ് നമ്മൾ ആനയുടെ ഉടമസ്ഥൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് അതിൻ്റെ ഏജൻസോ അല്ലെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പള്ളികളിൽ ചുമതലക്കാർ വന്നിട്ട് ഒരു എഗ്രിമെൻ്റ് വയ്ക്കാറുണ്ട്, തുക ഫിക്സ് ചെയ്യും. അതൊക്കെ ഈ ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല ആനയുടെ, ഒരു മിനിമം നിശ്ചയിക്കും എന്നുള്ളതല്ലാതെ മാക്സിമം ഒരിക്കലും നിശ്ചയിക്കാറില്ല. കാരണം പല ദിവസങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് കുംഭമാസത്തിലെ ഭരണി എന്ന് പറയുന്ന ദിവസം, കുംഭഭരണി എന്ന് പറയുന്നത് ഈ നാടൊട്ടുക്ക് ഉത്സവമുള്ള ദിവസമാണ്. അന്ന് ആനയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ധനുമാസത്തിലെ തിരുവാതിര ആനയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ കുംഭമാസത്തിലെ ഈ ശിവരാത്രി എന്ന് പറയുന്നത് അന്ന് ആനയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ആവശ്യങ്ങളേറെയാണ്. 300 സ്ഥലങ്ങളിൽ എഴുന്നള്ളിപ്പുണ്ടെങ്കിൽ 250 ആനയെ നമ്മുടെ ഈ കാണുള്ളൂ. അപ്പോൾ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ഒരു നേരം എഴുന്നള്ളിച്ചിട്ട് അടുത്ത നേരം രാവിലെ ഒരു അമ്പലത്തിൽ, അത് കഴിഞ്ഞിട്ട് അടുത്തോ അല്ലെങ്കിൽ 8-10 കിലോമീറ്റർ അകലെ മറ്റൊരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഘട്ടം വരെ, ഗതികേട് വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്ര ഡിമാൻഡ് ആനയില്ല, നമുക്ക് കൂടാതും പറ്റുകയില്ല. അങ്ങനെയൊക്കെ വരാറുണ്ട്. നമ്മൾ നിവൃത്തിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇതിനൊരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, എഗ്രിമെൻ്റ് വയ്ക്കും, അതിനൊരു അഡ്വാൻസ് തരും, തുക അവിടെ വരുമ്പോൾ സാധാരണ എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് ആ തുകയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരു എഴുത്ത് കൊടുത്തേക്ക് ഒന്നാം പാപ്പാൻ്റെ കയ്യിൽ. അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചതനുസരിച്ച് ഇത് നിങ്ങൾ തന്നിരിക്കുന്ന ഇത്രയും രൂപ അഡ്വാൻസ് കഴിച്ച് ബാക്കി ഏക്കം തുകയിൽ, ആന ഏക്കം തുകയിൽ ബാക്കി വരാനുള്ള ഇത്ര രൂപ ഒന്നാം പാപ്പാനായ ഈ കത്തും കൊണ്ടുവരുന്ന ഇന്നയാളെ ഏൽപ്പിക്കുക എന്ന് ഏൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് എഴുത്ത്. അത് കൊടുത്തു വിട്ട് അവരാണ് ആ തുകയും കൂടി ഇങ്ങോട്ട് വരിക. അല്ല, നമ്മളെങ്ങാനും ഇതിനിടയ്ക്കടെ പോവുകയാണെങ്കിൽ നമ്മുടെ മാനേജർ ഉണ്ടെങ്കിൽ മാനേജറുടെ കൊടുത്തു വിടാനായിട്ട് പറയും, വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ എഴുത്ത് കൊടുത്തേക്കുകയോ ചെയ്യും. ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, എഴുന്നള്ളിപ്പ് ഏൽപ്പിക്കാൻ വരുന്ന ആളാണ്, അവരാണ് ആനയ്ക്ക് അന്നത്തെ ദിവസത്തെ ആഹാരം കൊടുക്കേണ്ടത്, ആനയ്ക്കും പാപ്പാന്മാർക്കും. ആനയ്ക്ക് പനമ്പട്ട തന്നെ വേണം നമ്മൾ നിഷ്കർഷിക്കും. തെങ്ങുംപട്ട പോരാ. പല തെങ്ങുംപട്ടയും കേരളത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിലുള്ള തെങ്ങുംപട്ട കഴിക്കാൻ കൊള്ളുകയില്ല. അതിനൊരു ഉപ്പ് രസമായിരിക്കും. പ്രത്യേകിച്ച് ഈ ചേർത്തല ഇങ്ങനെയുള്ള സൈഡിൽ, തുറവൂര്, അതായത് ഈ കായലോരങ്ങളിൽ നിൽക്കുന്ന തെങ്ങിന് ഈ നമ്മുടെ നാട്ടിലെ മീനച്ചി താലൂക്കിലെ പാലാ സൈഡിലെ കുറവരങ്ങാട് സൈഡിലെ ഉള്ള തെങ്ങുംപട്ടയ്ക്കുള്ള ടേസ്റ്റ് കിട്ടുകയില്ല. അങ്ങോട്ടും ഇല്ല, അങ്ങ് വടക്കേക്കും ഇല്ല. അവിടെ തെങ്ങുംപട്ട വിരളമാണ്. അപ്പോൾ പനമ്പട്ട തന്നെ കൊടുക്കണം, നമ്മൾ നിഷ്കർഷിക്കും. ആ പനമ്പട്ട ഇത്ര എണ്ണം വേണമെന്ന് പറയും. അത് സാധാരണ അത് ഒരു മര്യാദയുടെ പേര് നമ്മൾ പറയും. അയാൾക്ക് വയറ് നിറച്ച് കൊടുക്കണം, അയാൾക്ക് ആഹാരം കൊടുക്കണം കേട്ടോ എന്നല്ലാണ്ട് അയാൾക്ക് വയറ് നിറച്ച് കൊടുക്കണം നമ്മൾ പറയാറില്ലല്ലോ. അതുപോലെ ആനക്കാർക്ക് ഇതിന് പുറമേ ആനക്കാർക്ക് ഒരു ദിവസത്തെ പ്രോഗ്രാമിന് ഒരു ബാറ്റായുണ്ട്. ഇപ്പോൾ ഈ 2019 ഇത് 3250 രൂപയാണ് ആനക്കാർക്ക്. അത് അവർ വീതിച്ചെടുക്കുകയാണ്. 2 പേരോ 3 പേരോ എത്രയാണെന്ന് വെച്ചാൽ ഒന്നാം പാപ്പാനെ നമ്മൾ ആനയെ ഏൽപ്പിച്ചു കൊടുക്കൂ. ആ പാപ്പാൻ അയക്ക് ഇഷ്ടമുള്ള ആളുകളെ കൂടെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ആ 2ാം പാപ്പാനും 3ാം പാപ്പാനും ഉണ്ടെങ്കിൽ അയക്കും കൊടുക്കുന്ന പൈസ എത്രയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് അയാളും അവരും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ 3.25 രൂപ ഈ അമ്പലക്കാർ അല്ലെങ്കിൽ പള്ളിക്കാർ പ്രോഗ്രാം ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയോ അവരാണ് ഇവർക്ക് ഏൽപ്പിക്കുക. അത് ഓരോ ദിവസവും വേണം. 10 ദിവസത്തെ എഴുന്നള്ളിപ്പിന് പോവുകയാണെങ്കിൽ 32,000 ചില്ലുവാൻ രൂപ ആനക്കാർക്ക് കിട്ടും. നമുക്ക് 10 ദിവസത്തെ ഏക്കവും കിട്ടും. ഏക്കത്തിന് ഒരു സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ ശേഖരനെ പോലുള്ള ഒരു ആനയാണെങ്കിൽ ഒരു മിനിമം 10,000 or 15,000 റുപ്പീസ് ഒരു സാധാരണ എഴുന്നള്ളിപ്പിന്. അതാണ് നമ്മൾ. പിന്നെ ആളും തരവും അനുസരിച്ച്, നാടനുസരിച്ച്, സ്വന്തം വീടിൻ്റെ മുറ്റത്തുള്ളൊരു അമ്പലമാണെങ്കിൽ നാട്ടിൽ വളരെ വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചിലപ്പം ഒന്നും വാങ്ങിക്കാതെയും ചെയ്യാറുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഈ ശിവരാത്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണി, തിരുവാതിര, അതുപോലെ മകരച്ചൊവ്വ എന്നൊക്കെ പറയുന്ന ചില ദിവസങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഡേയ്സാണത് എഴുന്നള്ളിപ്പിന്. അതുപോലെ ചില പെരുന്നാളുകൾ ഇവിടെയൊക്കെ നമ്മൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് നല്ല തുക ചോദിക്കും. കഴിയല്ല പോകാൻ എന്ന് പറഞ്ഞാൽ ഈ പാലായിൽ അല്ലെങ്കിൽ കുറവിലങ്ങാട്ട് നിൽക്കുന്ന ഒരു ആനയെ പട്ടാമ്പി കൊണ്ടുപോയി എഴുന്നള്ളിക്കണം നാളെ.
അവിടുന്ന് മറ്റന്നാൾ നമുക്ക് പ്രോഗ്രാം ഇവിടെ ആയിരിക്കും, പൊൻകുന്നത്തായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രെയിനാണ്. ലോറിയിലാണ് കൊണ്ടുപോയത്. ഈ ആനയെ കൊണ്ടുപോവുക, ആനയ്ക്ക് തീറ്റ കൊടുക്കുക, ആനക്കാർക്ക് ആഹാരം കൊടുക്കുക, ഈ ഏക്കം തരിക. ഇതിന് പുറമേ ഇവർക്ക് വേറൊരു ചിലവുണ്ട്, അവർക്ക് വണ്ടിക്കൂലി കൊടുക്കണം. ഈ ആനയ്ക്ക് സത്യത്തിൽ ലോറിയിൽ പോകാൻ ഇഷ്ടമാണ്. ചില ആനകൾ ലോറി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ചാടി കയറും. കാരണം ഇനി നടക്കണ്ടല്ലോ, സുഖം. അവിടെ നിന്നാൽ മതി, തീറ്റ അവിടെ കൊണ്ട് തരും. ആനക്കാരുടെ ഒരു സാമീപ്യമുണ്ട്. വെള്ളം വേണേൽ വെള്ളം തരും. അപ്പോൾ ഈ വെയിൽ കൊണ്ട് നടക്കണ്ട, ടാർ റോഡിൽ ചവിട്ടണ്ട. അപ്പോൾ ആനയ്ക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ചാടിക്കയറുന്ന ആനകളും ഉണ്ട്. ചില ആനയ്ക്ക് ലോറി യാത്ര ഭയങ്കര പേടിയാണ്. ഈ ശേഖരൻ ആദ്യകാലത്ത് ലോറിയെ കയറുകയില്ലായിരുന്നു. ലോറി കണ്ടാൽ പേടി ആനയ്ക്ക്. പിന്നെ ബലമായിട്ട് അവനെ 2-3 പ്രാവശ്യം കയറ്റി കഴിഞ്ഞ് ഇപ്പോൾ സന്തോഷമാണ്. ഇപ്പോൾ ലോറി കണ്ടാൽ വേണേൽ ആന ചാടിക്കയറും. പക്ഷെ അങ്ങനെ പരീക്ഷിക്കാറില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു സെറ്റപ്പുള്ള ലോറിയുണ്ട്. ആ ലോറിയെ കൂടെ 2 സ്റ്റെപ്പ്, നിലത്തൊരു സ്റ്റെപ്പ്, അവിടെ ഒന്നും വേണ്ട, ഒരു സ്റ്റെപ്പ് അല്പം ഒരടി പൊക്കത്തിൽ, അടുത്ത ഒരടി പൊക്കത്തിൽ, പിന്നെ ലോറിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആനയ്ക്ക് അങ്ങ് കയറാം. കയറിക്കഴിഞ്ഞാൽ ഈ സംവിധാനമുണ്ട്. എവിടെ പോവുകയാണെങ്കിലും ഈ ലോറി കൊണ്ടാണ് പോവുക. ഈ ലോറിക്ക് ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ എന്നുള്ള റേറ്റാണ്. 1 കിലോമീറ്ററിന് നമ്മൾ 80 രൂപ വരെ വാങ്ങിക്കും. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഒരു 3,400 രൂപ, 3,250 രൂപ ആനക്കാർക്ക് അവരുടെ ആഹാരം, അവർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം, കുളി കാര്യങ്ങൾക്കെല്ലാം ഉള്ള സൗകര്യം വേണം. കിടക്കാൻ അതൊക്കെ ഈ പറച്ചിലല്ലാതെ അതൊന്നും ഉത്സവ സ്ഥലത്ത് നടക്കുന്ന കാര്യമല്ല. എവിടെയെങ്കിലും കിടക്കുക എന്നുള്ളേ ഉള്ളൂ. കാരണം മഴക്കാലത്തല്ലല്ലോ ഉത്സവം. അപ്പോൾ ആനയുടെ അടുത്ത് തന്നെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ചാക്കോ വിരിച്ചിട്ട് തലേണ്ടി ഒന്നും കാണില്ല, അവരും കിടന്നുറങ്ങും. അതാണ് ചെയ്യുക. അതാണ് ആനയ്ക്കും ഇഷ്ടം. ഇവർ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആനയും കിടന്നുറങ്ങും. ഇവരുടെ ഒരു സാമീപ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വിശ്വാസം കൂടുതലുണ്ട്. ആന കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കും. അപൂർവം ചില ആനകളെ പുറത്തു പോയാൽ അത് വീട്ടിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാതെ, മുറി മാറിക്കിടന്നാൽ ചിലർക്ക്, കട്ടിൽ മാറിക്കിടന്നാൽ ചിലർക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ മനുഷ്യർക്ക്. അതുപോലെ ആനയ്ക്കും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് ഞാൻ പറയുകയാണ്. ഈ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ആനയെ ലേലം ചെയ്ത് വഴിപാടിന്, എഴുന്നള്ളിപ്പിന് ലേലം ചെയ്ത് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും മുകളിൽ ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് ഫിക്സ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ അപൂർവം ചില ആനകൾക്ക് മാത്രം സിദ്ധിക്കുന്നൊരു, അല്ലെങ്കിൽ ചില ഓണേഴ്സിന് മാത്രം, ചില ദേവസ്വത്തിന് മാത്രം സിദ്ധിക്കുന്നൊരു മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. അതൊന്നും നീണ്ടു നിൽക്കുന്നതല്ല. അതൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകും. അത് ഇല്ലായ്മ വരും അതിന്. അതുകൊണ്ട് അമിതമായിട്ടൊന്നും ഞങ്ങളാരോടും പൈസ വാങ്ങിക്കാറുമില്ല. അത് ബലമായിട്ട് കർശനമായിട്ട് പറഞ്ഞ് മേടിക്കാറുമില്ല. അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊരു ദൂഷ്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സൽപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. സിനിമാ നടീനടന്മാരിൽ ഞാനല്ലാതെ ആന ഉണ്ടായിരുന്ന വേറെ ഒരാളും കൂടെ, എൻ്റെ പേരോർമ്മ വരികയാണ്, പ്രസിദ്ധ നടനായ ജയറാമിനുണ്ടായിരുന്നൊരാന, മോഹനൻ എന്ന ആനയുടെ പേര്. മോഹൻ എന്ന് വിളിക്കും. ജയറാം വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ ആനയെ വാങ്ങിക്കാൻ ഞാൻ പോയി നോക്കിയതാണ് കൊല്ലത്ത്. പണ്ട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, അവിടെ നമ്മുടെ ഒരു ആനയെ, രാമചന്ദ്രൻ എന്ന് പറയുന്ന ആന, അലി എന്ന് പേരുണ്ടായിരുന്ന രാമചന്ദ്രനാക്കിയ ആനയെ വാങ്ങിക്കാനായിട്ട് കൊല്ലത്തുനിന്ന് ഒരാൾ വന്ന് പല പ്രാവശ്യം വന്ന് ആനയെ തന്നേക്കൂ എന്ന് ചോദിച്ചു, കൊടുത്തു എന്ന് പറഞ്ഞു. ആ രവിയുടെ കയ്യിൽ നിന്ന ഒരു ആനയാണ് മോഹൻ. ആ മോഹൻ ആന നല്ല ആനയാണ്. പക്ഷെ അതിനൊരു അസുഖമുണ്ട്. അതുകൊണ്ട് നമ്മളന്ന്, ജയറാം വാങ്ങിക്കുന്നതിന് മുമ്പാണത്, നമ്മളന്ന് ആനയെ വേണ്ടെന്ന് വെച്ചത്. അതിൻ്റെ ഈ തലക്കുന്നി അവിടെ ഇവിടെയുള്ള രോമരാജികളുടെ ഇടയ്ക്ക്, കൂട്ടുരോമങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് രക്തം പൊടിയുമായിരുന്നു.
അങ്ങനെ ഈ തലക്കുന്നിയിൽ പല ഭാഗത്തും കണ്ടു. ആനയെ പരിശോധിച്ചപ്പം ആനയെ കിടത്തിയും നടത്തി ഇരുത്തിയൊക്കെയാണ് പരിശോധിക്കുക. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചൊരു ആനയാണ്. ജയറാം എടുത്തു ആനയെ. ഒരു പ്രായാധിക്യം കാണിക്കുന്ന ഒരു സംഭവമാണ് അതെന്നും പറയുന്നുണ്ട് ഈ ലക്ഷണപ്രകാരം. വേറെ അവലക്ഷണങ്ങൾ ഏതായാലും നല്ല ലക്ഷണമല്ല അത് തോന്നിയതുകൊണ്ട് വേണ്ട എന്ന് വെച്ചതാണ്. ജയറാം വാങ്ങിച്ചു. ജയറാം കുറേ കാലം ആനയെ, ജയറാമിൻ്റെ ഈ തിരക്കും ഈ സിനിമാഭിനയവും മദ്രാസിലെ താമസത്തിനിടയ്ക്ക് അതിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനോ പോറ്റാനോ കഴിഞ്ഞിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ആരെയോ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ആനയെ നോക്കാനും അതിനെ എഴുന്നള്ളിപ്പുകൾ എടുക്കാനും അതിൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ടും. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന കാശ് അതാണ് കണക്ക് എന്ന് വെച്ച് അത് സ്വീകരിക്കുകയും, അതല്ല പ്രോഗ്രാം കുറവായിരുന്നു പറഞ്ഞാൽ അഡീഷണൽ വേണ്ടി വരുന്ന പൈസ വീണ്ടും ഓരോ വർഷവും ജയറാമിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ജയറാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇത് അന്വേഷിച്ചില്ലെങ്കിൽ ഇത് ഈ ശർക്കര ഭരണിയിൽ കൈയിട്ടാൽ ആരാ നക്കാത്തേ എന്നാണ് ഞാൻ ജയറാമിനോട് ചോദിച്ചത്. അപ്പോൾ കുറ്റം ജയറാമിൻ്റെ തന്നെയാണ്. ഒന്നെങ്കിൽ ആ പരിപാടി വേണ്ടാന്ന് വയ്ക്കുക, ആനയെ ഇങ്ങനെ വളർത്തണ്ടെന്ന് വയ്ക്കുക. ആർക്കെങ്കിലും കാശുണ്ടാക്കാനായിട്ട് എന്തിനാണ് ആനയെ വളർത്തുന്നത്? അപ്പോൾ അത് നോക്കാൻ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണം. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പറ്റില്ല. പിന്നീട് ഒരു ദേവസ്വത്തിൽ ഒരമ്പലത്തിലെ ദേവസ്വത്തിനെ ഈ ആനയെ ഏൽപ്പിക്കുകയും അവർ കുറച്ചു കാലം നോക്കുകയും അതിനിടയ്ക്ക് ആനയ്ക്ക് വല്ലായ്മ ഉണ്ടാവുകയും ആന പിന്നീട് ചെയ്യുകയും ചെയ്തു. പക്ഷേ വളരെ സാധുവായ നല്ലൊരു ആനയായിരുന്നു. ജയറാമിൻ്റെ കുടുംബത്തിനും ആ ആനയുടെ അടുത്ത് ഏത് സമയത്തും എപ്പോഴും പോകാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പിന്നീട് ആനയെ കണ്ടിട്ടില്ല. കൊല്ലത്ത് പോയി കണ്ടതല്ലാതെ, ജയറാം വാങ്ങിക്കുന്നതിന് മുമ്പ് കണ്ടതല്ലാതെ പിന്നീട് ഞാൻ ആനയെ കണ്ടിട്ടില്ല. ആന ഇന്നില്ല. പിന്നെ മറ്റ് നടി എന്നൊക്കെ ഒന്നും പറയാൻ വയ്യല്ലോ, ഞാൻ നടി എന്ന് പറഞ്ഞില്ല കേട്ടോ. നടി എന്നല്ല, ഈ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീജനങ്ങൾ ആരും ആനയെ വാങ്ങിച്ചതായിട്ട് കേട്ടിട്ടില്ല. സിനിമാഭിനയത്തിൻ്റെ പല എക്സ്പീരിയൻസ് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ പ്രസിദ്ധ ഡയറക്ടറായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിലെ അഭിനയമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഒരു കഥയുണ്ടായിരുന്നു. എനിക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ അദ്ദേഹത്തിനോട് സംസാരിച്ചു, ഞാൻ പോരുകയും ചെയ്തു. പിന്നെ വിവരങ്ങളുണ്ടായില്ല. ആ പടം വേറെ ആരോ വെച്ച് ചെയ്തു. പിന്നെ വിളിയൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. ഫോൺ നമ്പറും കാര്യങ്ങളുണ്ട്. നല്ല ബന്ധമാണ്. യാദൃശ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹബന്ധം, ബഹുമാന പുരസ്സരം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പിരിയുന്ന അവസ്ഥ. എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്, മതിലുകൾ. ജയിലിനകത്തകപ്പെട്ട കഥാനായകനും ജയിലിൽ തന്നെ കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന മറ്റൊരു വശത്ത് ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കഥാനായികയും അവർ തമ്മിലുള്ള സംവാദവും ഒക്കെയാണ് അതോടനുബന്ധിച്ചുള്ള കഥകൾ. മമ്മൂട്ടിയാണ് ഹീറോയിൻ ഈ പറയുന്ന മതിലിനപ്പുറത്തുള്ള സ്ത്രീ ആരാണെന്ന് അറിയില്ല, അതിൻ്റെ ശബ്ദം മാത്രമേ കേട്ടുകൂടൂ. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ കൂടെ ജയിലിൽ അകപ്പെട്ട ഒരാളാണ് ഞാൻ. ആ സെല്ലിൽ തന്നെ കിടക്കുന്ന മറ്റു പലരും പോലെ ഒരു കണ്ടമാനം ഒരു അഭിനയ പ്രസക്തി ഉണ്ടാകുന്ന ഒരു റോളല്ല. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ, സിനിമയുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മെത്തഡ് ഓഫ് ടേക്കിംഗ് പഠിക്കാൻ പറ്റി. അതിൽ സുപ്രധാന കാര്യം, മമ്മൂട്ടി മറ്റൊക്കെ അന്ന് സൂപ്പർ സ്റ്റാർ ലെവലാണ്. ആ കാലമാണ് മതിലുകൾ എടുക്കുമ്പോൾ. കാരണം ഒരുപക്ഷെ മതിലുകളുടെ ഒരു കാലഘട്ടത്തിൽ ഈ തണുപ്പിക്കുന്ന യന്ത്രം ഘടിപ്പിച്ച ഒരു ബസ് അങ്ങനെയൊന്നും ഒരു സംവിധാനം സിനിമയിലുണ്ടായി എന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ അതാണല്ലോ, ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ബസ്സുകൾ. ആ ബസ്സിൻ്റെ അകത്ത് എല്ലാ സംവിധാനവും ഉണ്ട്. ഇതുകൊണ്ട് റെഫ്രിജറേറ്റർ അടക്കം, ഫ്രിഡ്ജ് അടക്കം എല്ലാ തണുപ്പിക്കുന്ന സംവിധാനങ്ങളും ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ സംവിധാനം ആയിട്ടില്ല മതിലുകൾ എടുക്കുന്ന ഒരു ഘട്ടത്തിൽ. തെക്കൻ തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലും അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലും ഹിന്ദി സിനിമയിലും തീർച്ചയായിട്ടും ഉണ്ടല്ലോ
ഇങ്ങോട്ട് അങ്ങനെ കൂടുതൽ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി ഞങ്ങളൊക്കെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ സെറ്റിൽ ഏത് കഥാപാത്രമാണ് നമ്മൾ അഭിനയിക്കുന്ന അയാളുടെ വേഷം നമ്മൾ ധരിക്കണം. അത് മസ്റ്റാണ്. സെറ്റിൽ ഒരു ജോലിയില്ലാത്ത ആളും ആർട്ടിസ്റ്റ് അന്ന് ഒന്നും എടുക്കുകയില്ലെന്നറിയാം, അദ്ദേഹത്തിനും അറിയാം, ഈ ആർട്ടിസ്റ്റിനും ഒരു പക്ഷേ അറിയാം. അവരും ഈ വേഷം അണിഞ്ഞ് ആ സെറ്റിൽ പെരുമാറിക്കോണം, നടന്നോണം. ഇരിക്കുമോ നടക്കുമോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ കൺവെട്ടത്തുണ്ടാവണം. അത് നിയമമാണ്. പിന്നെ വേറൊന്നാണ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യം കൊണ്ട് തൃപ്തരാവണം. ഇങ്ങനെ നിഷ്ഠ വയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം മമ്മൂട്ടിയുടെയൊക്കെ അന്നത്തെ ഒരു ലെവലിൽ മമ്മൂട്ടിക്ക് AC ഘടിപ്പിച്ചൊരു വാഹനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ. അത് അതിൻ്റെ ചിലവ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന അടൂർ സാറാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവരറിയേണ്ട ഒരു വിഷയമല്ലല്ലോ. പക്ഷേ അതൊന്നും ഇദ്ദേഹം അനുവദിക്കുകയില്ല. അതൊന്നും വേണ്ട ഇവിടെ. ഇപ്പോൾ ഞാനും മമ്മൂട്ടിയും മറ്റു പലരും അവിടെ ഒരു സ്കൂൾ ഹാളിലാണ് റെസ്റ്റ് എടുക്കുന്നത്. സ്കൂളിനോടനുബന്ധിച്ചാണ് ഒരു സ്ഥലത്താണ് ഈ സെറ്റിട്ടിരിക്കുന്നത്. പിന്നെ ആക്ച്വലായിട്ട് നമ്മൾ പൂജപ്പുര ജയിലിലേക്ക് പോകുന്നുണ്ട് വേറെ സ്ഥലത്ത്. ഇത് ഇവിടെയാണ്. അപ്പോൾ അവിടെ ഈ സ്കൂൾ അവിടെ ഇരിക്കാനും കിടക്കാനും ബെഞ്ചും ഡെസ്കും ഉള്ളൂ. അല്ലെ ഈ ചോക്ക് പൊടി പറ്റിയ ചില പഴയ കസേരയും മേശയുണ്ടാവും. അപ്പോൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ കാപ്പൂടി കഴിഞ്ഞോ അല്ലെങ്കിൽ പണിയില്ലാത്ത സമയത്ത് പിന്നെ സിനിമക്കാരെല്ലാം ചെയ്യുന്നത് ഒന്നെങ്കിൽ പരദൂഷണം. അപ്പോൾ പരദൂഷണം പറയാൻ പറ്റിയ ആളുകളൊന്നും അതിൻ്റെ അകത്തില്ല. ഈ പരദൂഷണവും മറ്റാളുകളെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന അതിന് വിദഗ്ധന്മാരായിട്ട് ചില ആളുകൾ സിനിമയിൽ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമയിലെ ആർട്ടിസ്റ്റുകളിലുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. സെറ്റ് ലൈവ്ലി ആക്കാൻ അവർക്ക് കഴിയും വർത്തമാനത്തിലൂടെ. ഒരു നിരുപദ്രവം തോന്നുമെങ്കിൽ കൂടി ഒരാളെ കുറ്റം പറയലാണ്, ഒരാളെ കളിയാക്കലാണ്, അയാൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കലാണ് അവർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ടൈം പാസിന് ഇങ്ങനെ ചെയ്യാം. ചിലർക്ക് ചീട്ട് കളിക്കാം, ചില സ്ഥലത്ത് ചീട്ട് കളി, റമ്മി ഇങ്ങനെ കളിക്കാം, അല്ലെ 56, 28 ഇതൊക്കെ കളിക്കാം. അടൂർ സാറിൻ്റെ സെറ്റിൽ ഇതൊന്നും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഈ മമ്മൂട്ടിയും ഞങ്ങളെല്ലാം ഓരോ ഡെസ്കിലാണ് കിടക്കുക. റെസ്റ്റ് എടുക്കേണ്ട വിശ്രമ സമയത്ത്, പണിയില്ലാത്ത സമയത്ത് ഒരു പക്ഷേ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഒരു ഉച്ച മയക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആശ്രയിക്കുക ഈ ഡെസ്ക്കാണ്, അല്ലെ ബെഞ്ചാണ്. 2 ഡെസ്ക് കൂട്ടിയിട്ട് അല്ലെങ്കിൽ 2 ബെഞ്ച് കൂട്ടിയിട്ട് അവിടെ കിടക്കാം, പതുക്കെ മയങ്ങാം. കൂടുതൽ സമയം ഉറങ്ങാൻ അനുവദിക്കില്ല. അപ്പം മമ്മൂട്ടി അവിടെ ഉള്ളതുകൊണ്ട് അടുത്ത സിനിമയുടെ കാര്യം പറയാനോ കഥ പറയാനോ ചില സംവിധായകരോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകളോ ഇടയ്ക്ക് വരാറുണ്ട് കാണാൻ. അല്ലെങ്കിൽ അടുത്ത സിനിമയുടെ പ്രൊഡ്യൂസറോ അഡ്വാൻസ് കൊടുക്കാനോ അതിൻ്റെ ഡേറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു തിരക്ക് അവിടെ വന്ന് തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അടൂർ സാറ് പറഞ്ഞു മമ്മൂട്ടിയെ വിളിച്ച്, മമ്മൂട്ടി ഇങ്ങനെയുള്ള ആളുകളെ ഈ സെറ്റിലേക്ക് വരുത്തരുത്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അല്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അവർക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഈ സെറ്റിൽ എത്തുന്നതിന് മുമ്പ് ഹോട്ടലിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞോ രാത്രിയിലൊക്കെ ആകാമല്ലോ. എന്തിനീ സെറ്റ് വരണം? അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുകയാണ്. ആ ക്യാരക്ടറിൻ്റെ വേഷത്തിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങളുടെ മേക്കപ്പും കഴിഞ്ഞു, നിങ്ങൾ ആ ആളാണ്. സത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് അതിലെ ആ മെയിൻ കഥാപാത്രം. അപ്പം ബഷീറാണ്, നിങ്ങൾ മമ്മൂട്ടിയല്ല. അത് മനസ്സിലുണ്ടാവും, അത് മതി. അപ്പോൾ അതിനിടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളറിയാതെ, മമ്മൂട്ടി അറിയാതെ, ആർട്ടിസ്റ്റ് അറിയാതെ ഒരു മാറ്റം ആ കഥാപാത്രത്തിന് ഉണ്ടായേക്കാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. വേറൊന്നും വിചാരിക്കണ്ട. അന്ന് മുതൽ അത് കട്ട് ചെയ്തു, മമ്മൂട്ടി കട്ട് ചെയ്തു. ഇനിയിപ്പം ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അദ്ദേഹത്തിന് ഇഷ്ടമല്ലേ വേണ്ട. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സെറ്റിലാണ് ഞാൻ. അപ്പോൾ അദ്ദേഹമാണ് ഹീസ് ദ ഹെഡ് മാസ്റ്റർ, ഹീസ് ദ പ്രിൻസിപ്പൽ, ഹീസ് ദ ലീഡർ, ഹീസ് ദ കമാൻഡൻറ്റ് എന്ന് പറഞ്ഞു. എത്ര ടേക്കാണെന്ന് എടുത്തതെന്ന് അറിയാമോ? ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ തന്നെ മടിയായിപ്പോയി. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ശബ്ദമൊക്കെ ഇടറി തുടങ്ങി, ചേച്ചിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അത് അഭിനയിക്കുന്നതല്ല, ലൈവായിട്ട്. കാരണം ഇങ്ങനെ ഒരു അനുഭവം ചേച്ചിക്ക്
അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.